വഴിയരികിൽ ഈ തിരുനടയിൽ ഈ വഴിയരികിൽ ഈ തിരുനടയിൽ പൊന്നിൻ നുകിൽ തരും ഇളം നിറം വാരിച്ചൂടി മഞ്ഞിൻ തുകിൽ പടം ഇടും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ആ ട്രാൻസിസ്റ്ററുകൾ ഏതാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ച് കസ്റ്റമർ ഏത് നമ്പറിൻ്റെ ആണോ അവർക്ക് അതിൻ്റെ ദോഷവശങ്ങളും കാര്യങ്ങളും ക്ലാരിറ്റി ബേസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വോൾട്ടേജുകൾ കറക്റ്റായിട്ട് നോക്കുക. ഒരു 12 DC നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ വെളിച്ചം. ആദ്യം ഞാൻ പറഞ്ഞ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ സെയിം ഫംഗ്ഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ അതിൽ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിൽ ഡിലേ പ്രൊട്ടക്ഷനാണ് വരുന്നത്. അതായത് നമ്മൾ 2.1 സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയലാണ്. ഇപ്പോൾ ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഒരു 3-way ടോൺ കൺട്രോൾ ഡയറക്റ്റ് മൗണ്ടിങ് വരുന്നുണ്ട്, മൈക്രോഫോൺ ബോർഡ് ഡയറക്റ്റ് മൗണ്ടിങ് വരുന്നുണ്ട്, USB സോക്കറ്റ് മൗണ്ടിങ് വരുന്നുണ്ട്. ഹായ് ഓൾ, നമ്മളൊരു ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ടീം മാത്രമല്ല, അതോടൊപ്പം സൗണ്ട് വേവ് ഓഡിയോസിൻ്റെ ഉടമയായ ശ്രീ സജിത്ത് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ട് കാണും സൗണ്ട് ആൻഡ് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പങ്ക്തി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. നമ്മളൊരു പങ്ക്തി റിലീസ് ചെയ്ത സമയത്ത് ചോദിച്ചു, ഞങ്ങൾ ഇപ്പോൾ ഇണക്കമാണോ അതല്ലെങ്കിൽ പുതിയ വീഡിയോസ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദ്യം ഉണ്ടായി. അതൊന്നുമല്ല, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളുണ്ട് മാത്രമാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പങ്ക്തി ഓഡിയോ ആൻഡ് സൗണ്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബ് ഇൻ കൊച്ചിൻ റിതം വോയിസ്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. സജിത്തെ, ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ നമ്മൾ സൗണ്ട് വേവിൻ്റെ ലേബലിലുള്ള കുറേ ബോർഡ്സ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഇന്നത്തെ പ്ലാൻ? കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ 1-2 വീഡിയോസിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റം ബോർഡുകളെ കുറിച്ച് പറയാമോ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണോ നമ്മൾ ഇന്നത്തെ ഈ ഒരു പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഇതിലെ വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് ബോർഡുകൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കോമൺലി നമുക്ക് ഉപയോഗം വരുന്ന ബോർഡുകളാണ് നമ്മൾ കൂടുതൽ നിർമ്മിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ 5 ചാനൽ ബോർഡ്. ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 90% കംപ്ലീറ്റഡ് ആയിട്ടിരിക്കുന്ന ബോർഡാണ്. ഇനിയിപ്പോൾ ഇതിൽ പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസിസ്റ്ററുകൾ ഫിക്സ് ചെയ്യാനുണ്ട്. അടിഭാഗത്ത് ആ സോൾട്ടിങ്ങിൻ്റെ ഗമ്മുകൾ, അതായത് ഫ്ലെക്സുകൾ കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒന്ന് IP വാഷും ചെയ്യാനുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടിരിക്കുന്ന ബോർഡാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ട്രാൻസിസ്റ്ററിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ആ ട്രാൻസിസ്റ്ററുകൾ ഏതാണ് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ച് കസ്റ്റമർ ഏത് നമ്പറിൻ്റെ ആണോ അവർക്ക് അതിൻ്റെ ദോഷവശങ്ങളും കാര്യങ്ങളും ക്ലാരിറ്റി ബേസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ് കസ്റ്റമർ പറയണേ അതനുസരിച്ചിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. കാരണം ഓരോ ട്രാൻസിസ്റ്ററുകൾക്കും കണക്ട് ചെയ്യാത്ത അതാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്നത് കഴിഞ്ഞാൽ ഇപ്പോൾ ബോർഡുകൾ മാത്രമല്ല, ഇപ്പോൾ ഹീറ്റ് സിങ്കിൽ നോക്കിയാൽ ഇതൊരു 6 ലീഫ് ഹീറ്റ് സിങ്ക് ആണ്. ഈ ഒരു ഹീറ്റ് സിങ്കിൻ്റെ വെയിറ്റ് ഇതൊന്ന് പിടിച്ചു നോക്കും. അത് കഴിഞ്ഞ് ഈ ഒരു ഹീറ്റ് സിങ്ക് ഒന്ന് പിടിച്ചു നോക്കൂ. ഈ ഒരു ഹീറ്റ് സിങ്ക് ഒന്ന് പിടിച്ചു നോക്കൂ. ഓരോന്നായിട്ട് നോക്കി ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ വെയിറ്റ് അപ്പൊ ഈ വെയിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഈ ഹീറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്യാൻ അതിന് ക്യാരി ചെയ്യാനുള്ള ശേഷി ഹീറ്റ് സിങ്കൾക്ക് കൂടും. അപ്പൊ 2500 രൂപ തരുന്ന ഒരു വ്യക്തിക്കും 2000 രൂപ തരുന്ന ഒരു വ്യക്തിക്കും ഒരേ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിലൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഹെവി ആയിട്ടൊരു സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹീറ്റ് സിങ്ക്, ഇപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററിന് നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുത്താൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ ട്രാൻസിസ്റ്ററിന് അത്രത്തോളം ലൈഫ് കിട്ടും. അതുപോലെ ട്രാൻസിസ്റ്റർ ഹീറ്റായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ലോസുകൾ കുറയ്ക്കാനുള്ള ഒരു ഗുണമേന്മ നമുക്ക് ആ ഓഡിയോയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അതും മാർക്കറ്റിൽ കിട്ടുന്നതിൽ തന്നെ നല്ല ഗ്രേഡിലുള്ള കമ്പോണൻസ്, ഓഡിയോ ഗ്രേഡ് ആയിട്ടുള്ള കമ്പോണൻസ്, ഇതിലും ഗ്രേഡ് കൂടിയ കമ്പോണൻസ് ഉണ്ട് ഓഡിയോ ഗ്രേഡ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കോസ്റ്റേ നിൽക്കില്ല, ഇതിലും കോസ്റ്റ് ഒരുപാട് കയറിപ്പോൾ. അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ജനറൽ കമ്പോണൻസിൽ ഏറ്റവും ഗ്രേഡഡ് ആയിട്ടുള്ള കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബോർഡുകൾ നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ 5 ചാനൽ ബോർഡാണ്. പിന്നെ അടുത്തത് വരുന്നത് ഇത് നമ്മുടെ
സ്റ്റീരിയോ ബോർഡാണ്. നമുക്കൊരു 100+100 വാട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽ, ഒരു 80+80 വാട്ട് RMS ഔട്ട്പുട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു സ്റ്റീരിയോ ബോർഡാണ്. ഇതിലും ട്രാൻസിസ്റ്റർ മാത്രമാണ് ഫിക്സ് ചെയ്യാത്തത്, ബാക്കിയെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ. പിന്നെ കോമൺലി വരുന്ന ഒരു സബ് വൂഫർ ഫിൽറ്ററാണ്. ഇതും നമ്മുടെ തന്നെ സബ് വൂഫർ ഫിൽറ്ററാണ്. ഇത് കോമൺലി വരുന്ന ഒരു സർക്യൂട്ടാണ്, നല്ലൊരു റിസൾട്ട് തരുന്ന സർക്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ PCB നമ്മൾ ഇത് കണ്ട കംപ്ലീറ്റ് ചെയ്യാനായിട്ട് PCBകൾ ഓർഡർ അനുസരിച്ച് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഓർഡർ വരുന്നതനുസരിച്ച് ചെയ്ത് വെക്കും. അതെ അതെ, ഓർഡർ അനുസരിച്ചാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ വെറുതെ നമ്മൾ ബോർഡുകൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വെച്ചാൽ അത് മുഷിഞ്ഞു പോകത്തുള്ളൂ. അതെ അതെ അതെ. പിന്നെ അടുത്തത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സപ്ലൈ സെക്ഷൻ. ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് ട്രാൻസ്ഫോർമർ. അതെ. ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് 2-3 കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒന്ന്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള സിഗ്നൽ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ഈ നോയ്സുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ട്രാൻസ്ഫോമർ ഉണ്ടാക്കും. പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി വേസ്റ്റേജ്. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് കറക്റ്റ് അല്ല എങ്കിൽ, ഇത് പ്രൈമറി കൺസപ്ഷൻ റേഷ്യോ കറക്റ്റ് അല്ല എങ്കിൽ ഓവറായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള കറണ്ട് ഡ്രോപ്പ് ലൈനിൽ കിടന്ന ട്രാൻസ്ഫോമർ എടുത്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിലെ ലൈഫ്, അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമർ ഇതിലേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി അതും കറക്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഓഡിയോയുടെ ഗ്രേഡ് തന്നെ മാറിപ്പോകും. കാരണം നമുക്കൊരു ലൗഡായിട്ടുള്ള ഒരു ഓഡിയോ ആസ്വദിക്കാനോ കാര്യങ്ങൾക്കോ പറ്റില്ല. എല്ലാവരും പറയില്ലേ അവൻ്റെ വീട്ടിൽ പാട്ട് കേട്ടോ, ഇവിടെ പോകാൻ മൊത്തം പതറില്ല അല്ലെങ്കിൽ മൊത്തം ചീറ്റല അങ്ങനെ പറയില്ലേ, അതൊക്കെ ഇതിൻ്റെ ഒരു ഫെയിലിയർ കൊണ്ട്. അപ്പോൾ നമുക്കൊരു 300 വാട്ട് ഉണ്ടെങ്കിൽ 300 വാട്ട് നമുക്ക് ആംപ്ലിഫയർ ബോർഡിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൊടുക്കണമെങ്കിൽ ആ 300 വാട്ട് കൊടുക്കാൻ ശേഷിയുള്ള ട്രാൻസ്ഫോമർ ഉപയോഗിക്കണം. അതും നമ്മുടെ ഓൺ മേക്കാണ്. ട്രാൻസ്ഫോമർ നോക്കിയാൽ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ടൈപ്പ് 43-ൽ 4 ഇഞ്ച് സ്റ്റാക്കിൽ വരുന്ന ട്രാൻസ്ഫോമറാണ്. ഏകദേശം ഒരു 2000 വാട്ട്സോളം ഡെലിവറി ചെയ്യാൻ ശേഷിയുണ്ട് ആ സ്റ്റാക്കിന്. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നത് നമ്മളൊരു 2.1 ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ടോട്ടലി ഒരു ഏകദേശം ഒരു 1200 വാട്ട്സ് വരുന്ന ഒരു 2.1 ആംപ്ലിഫയർ അതിന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇച്ചിരി ലൈൻ വോൾട്ടേജ് കുറഞ്ഞാൽ അതിന് കറണ്ട് എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അത് നല്ലൊരു പെർഫോമൻസ് തരും. അപ്പോൾ അവിടെ കറണ്ട് എക്സസ് ആയിട്ട് കിടക്കാം. ഒരുപാട് ഇപ്പോൾ 8 ആമ്പിയർ വേണ്ടടുത്ത് 12 ആമ്പിയർ കറണ്ട് ഇട്ടുകൊണ്ട് വലിയ ഗുണമില്ല. പക്ഷേ ആ കറണ്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി വോൾട്ടേജ് എനർജി കൺസപ്ഷൻ അല്ല, കറണ്ട് ഇച്ചിരി ഉണ്ടെങ്കിൽ ഇച്ചിരി വോൾട്ടേജ് കുറഞ്ഞാലും അതിനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് അതിന് സാധിക്കും. പിന്നെ അടുത്തിരിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ്. അത് നമ്മുടെ പ്രൊഡക്ഷൻ അല്ല, ഒരു കസ്റ്റമർ ചെയ്യാനായിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ആ ട്രാൻസ്ഫോമർ പറ്റത്തില്ല, അതിൻ്റെ വോൾട്ടേജ് ആ ബോർഡുമായിട്ട് മാച്ച് ആവാത്തത് കൊണ്ട് നമ്മുടേതായ ഓൺ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്ത് നമ്മൾ കൊടുത്തു. അപ്പോൾ അത് ബാക്കിയായി അത് അവിടെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ബോർഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന ബോർഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മഹാരാജ എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡുകളാണ്. അപ്പോൾ ഈ സബ്വൂഫറിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മഹാരാജ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോർഡുകളാണ്. കുമാർ ഓഡിയോസിൻ്റെ മഹാരാജ ഓഡിയോസിൻ്റെ ബോർഡുകളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ്. കുമാർ ഓഡിയോസ് പിന്നെ ജിടെക് ഓഡിയോസിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്, ഡിടെക് ഓഡിയോസുകാരുടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഹീറ്റിന് താങ്ങാനും പെർഫോമൻസ് തരുന്ന കാര്യത്തിലും മറ്റേത് മോശമാണെന്നല്ല, മറ്റെല്ലാം മറ്റുള്ള ബോർഡുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ ഇത്രയും കൂടെ ഒരു ഇത് ഹീറ്റ് താങ്ങാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവ് മീൻസ് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ അറിവിലും എൻ്റെ ആ എക്സ്പീരിയൻസിലും ഇന്ന് വരെ കംപ്ലയിൻസും കാണിക്കാത്ത ഒരേ ഒരു പ്രോഡക്റ്റാണ് കുമാറിൻ്റെ കുമാർ ഓഡിയോസിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഫെയിലിയർ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അവരത്രയും ട്രാൻസിസ്റ്റർക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ഹീറ്റ് സിങ്കാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇൻ കേസ് കൂളിംഗ് ഫാൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ തന്നെ ആ ബോർഡ് ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കൊരു ടെക്നീഷ്യൻ എന്നൊരു ബേസിൽ നമുക്കതിന് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ സർവീസ് ചെയ്തെടുക്കുന്ന പ്രയാസമാണ്. കാരണം അതിൻ്റെ അകത്തൊരു SMD മൊഡ്യൂൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് തന്നെ അയച്ചു കൊടുക്കണം. ഇതാകുമ്പോഴത്തേക്കും കമ്പോണൻസ് മാർക്കിങ് അവർ മാർച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കമ്പോണൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതൽ ബോർഡ് പെർഫോമൻസ് ബേസ് ആണെങ്കിലോ ലൈഫ് ബേസ് ആണെങ്കിലോ മഹാരാജയുടെ ബോർഡിന് പ്രൊമോഷൻ കൊടുക്കണതോ കാര്യങ്ങളോ ഒന്നുമല്ല.
നമ്മുടെ എക്സ്പീരിയൻസിലും നമ്മുടെ ആ ഒരു ഇത്രയും കാലത്തെ ഇഷ്യൂസ് വന്നാൽ റെക്ടിഫൈ ചെയ്യാനും ആ പെർഫോമൻസ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് തരാനും പറ്റുന്ന ഒരു ബോർഡാണ് മഹാരാജ. ഇതുവരെ ഒരു നോയ്സ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ബോർഡിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ക്ലാസ് എ ബി കോൺഫിഗറേഷനിൽ വരുന്ന 2 ബോർഡുകളാണ്. ഏകദേശം 1500 വാട്ട്സ് PMBOയിൽ വരുന്ന ബോർഡാണ് ഈ 8 ട്രാൻസിസ്റ്ററിൽ കാണുന്നത്. 1200 വാട്ട്സ് PMBOയിൽ വരുന്ന ബോർഡുകളാണ് ഈ 6 ട്രാൻസിസ്റ്റർ കാണുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം 6 ട്രാൻസിസ്റ്ററിൽ. ഓക്കെ. ഈ 8 ട്രാൻസിസ്റ്ററിൽ വരുന്ന ബോർഡുകളിൽ വരുന്നത് 52001943 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററും 6 ട്രാൻസിസ്റ്ററുകൾ വരുന്നതിൽ 5198 1941 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററും. ഈ 2 തോഷിബയുടെ ട്രാൻസിസ്റ്റേഴ്സാണ്. അതാണ് അവരതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രാൻസിസ്റ്റേഴ്സ് മാറ്റിയിട്ട് NJW സീരീസ് 0281 NJW സീരീസ് യൂസ് ചെയ്യണമെങ്കിലോ അല്ല ഇവിടുന്ന് 5200 യൂസ് ചെയ്യണമെങ്കിലോ സാധിക്കും. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ട്രാൻസിസ്റ്ററുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സബ്വൂഫറിന്റെ കേസിലേക്ക് വന്നത്. ഇതിപ്പോൾ ചാനൽ ബോർഡുകളായിട്ട് ഉപയോഗിക്കാം. ക്ലാസ് എ ബി ആണ്. ക്ലാസ് എ ബിയിൽ നമുക്ക് 4 ohmsൽ 300 വാട്ട് RMS ശേഷി തരും ഈ ബോർഡ്. ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ക്ലാസ് ഡി ബോർഡാണ്. ഇതിപ്പോൾ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇതൊരു ക്ലാസ് ഡി ബോർഡാണ്. ഈ ക്ലാസ് ഡി ബോർഡുകൾ വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഈ കണക്ഷനുകൾ കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അത്ര ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഇതിനൊരു അഡീഷണൽ ബയാസിംഗ് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്, 12 വോൾട്ട്. അത് കൊടുക്കാതെ ഒരു കാരണവശാലും ആ ബോർഡ് ഓൺ ചെയ്യാനോ പാടില്ല. അത് കൊടുത്തതിന് ശേഷം വേണം, ഇല്ലെങ്കിൽ ആ ബോർഡ് ഫെയിലിയർ ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് വേറെ ഒരു വോൾട്ടേജുകളുമായിട്ടും ലൂപ്പ് ചെയ്യാത്ത ഒരു സെപ്പറേറ്റഡ് വൈൻഡിങ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇത് ക്ലാസ് ഡി 900 എന്ന് പറയുന്ന DTech ഓഡിയോസിൻ്റെ ഒരു ബോർഡാണ്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് ഒരു പാരലായിട്ട് ഇപ്പോൾ 4 ohmsൻ്റെ ഒരു 1212 അല്ല 1211 D4 അങ്ങനെ സീരീസിൽ വരുന്ന പൈനിയറിന് നമ്മൾ നോർമൽ ഡ്യുവൽ വോയിസ് കോയിൽ സബ്വൂഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ DDയുടെയോ അങ്ങനെ ഏതെങ്കിലും ഡ്യുവൽ വോയിസ് സബ്വൂഫേഴ്സ് 2 ohmലൊക്കെ ലോഡ് ചെയ്യണമെങ്കിൽ ഈ ബോർഡ് ബെസ്റ്റാണ്. നല്ല ഒരു റിസൾട്ട് വരും. 2 ohmലൊന്നും ഈ ബോർഡുകളൊന്നും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് 4 ohm വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. 8 ohmസും 4 ohmസും. ഇതാകുമ്പോൾ 2 ohm വരെ നമുക്ക് ലോഡ് ചെയ്യാം. ഏകദേശം ഒരു 60 വോൾട്ടോളം നമുക്ക് +60 -60 വോൾട്ടോളം നമുക്ക് ഇതിനകത്ത് കൊടുക്കാനും പറ്റും DC. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ബോർഡും കൂടി തരുന്നുണ്ട്. അതായത് ഇത് സ്പീക്കർ പ്രൊട്ടക്ഷൻ വിത്ത് അതായത് ഡിലേ പ്രൊട്ടക്ഷൻ വിത്ത് അതിൻ്റെ സപ്ലൈ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എല്ലാം ആയിട്ട് ബയാസിംഗ് വോൾട്ടേജിൻ്റെ ആ റെക്ടിഫയർ യൂണിറ്റും എല്ലാം ആയിട്ടാണ് ഇവർ ഈ ബോർഡ് തരുന്നത്. ഇത് രണ്ടും കൂടി കോംബോ പാക്ക് ആയിട്ടാണ് DTechൽ അവരെ കോൺടാക്ട് ചെയ്താൽ ഇത് കിട്ടും. നല്ല പെർഫോമൻസ് ഉള്ള ബോർഡാണ്. പിന്നെ അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സബ്വൂഫർ സെഗ്മെന്റിലാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ, ഇത് പുതിയതല്ല, ഇത് ഒരു റീപ്ലേസ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇത് ഒരു സിസ്റ്റം ഞാൻ ചെയ്ത് കൊടുത്തതിൽ മഴവെള്ളം വീണതാണ്. ട്രാൻസിസ്റ്ററുകൾ മറ്റേ ദ്രവിച്ച് തുരുമ്പെടുത്ത് പോയി. അപ്പോൾ ബോർഡ് അങ്ങ് റീപ്ലേസ് ചെയ്തു. കപ്പാസിറ്റർ ഒക്കെ പൊട്ടിത്തെറിച്ചേക്കണ. നല്ല ക്വാളിറ്റിയുള്ള ബോർഡാണ് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ. നല്ല ക്വാളിറ്റിയാണ്. നല്ല കമ്പോണൻസ് ആണെങ്കിലും നല്ല കമ്പോണൻസ്, അതുപോലെ തന്നെ PCB ആണെങ്കിലും ഗ്ലാസ് എപ്പോക്സി PCB. അങ്ങനെ ഒരു ഡാമേജ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇന്ന് വരെ ഈ ഒരു കമ്പനിയുടെ ബോർഡുകളിലൊന്നും അവർ പറഞ്ഞേക്കുന്ന റെക്കമെൻഡ് വോൾട്ടേജ് ഇപ്പോൾ 35 വോൾട്ടാണ്. അത്രയും ഞാൻ കൊടുക്കാറില്ല. ഒരു 32 വോൾട്ടിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാറ്. അപ്പോൾ ആ ഒരു റെക്കമെൻഡേഷനിൽ വരുമ്പോൾ ഇന്ന് വരെ കംപ്ലയിൻസ് കാണിച്ചില്ല. പിന്നെ ഈ ഹീറ്റ് സിങ്കുകൾ പലപ്പോഴും ഞാൻ മാറ്റാറുണ്ട്. ഇച്ചിരി ഹെവി ഹീറ്റ് സിങ്ക്. ഇതിപ്പോൾ അത്രോളം പവറുള്ള സബ്വൂഫർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഹീറ്റ് സിങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വിട്ടത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 200 വാട്ട്സ്, ഒരു 150 to 200 വാട്ട്സ് നമുക്ക് മാക്സിമം തരാൻ ശേഷിയുള്ള ഒരു ബോർഡാണ്. പക്ഷേ ഇതിൽ അവർ മാർക്കിംഗ് ചെയ്തേക്കുന്ന ശേഷം നിങ്ങൾക്ക് കാണാം 400 വാട്ട്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 400 വാട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. ഇതിൽ നിന്ന് നമുക്കൊരു 200 വാട്ട്സേ നമുക്ക് കിട്ടുള്ളൂ. IRF 240 9240 എന്ന് പറയുന്ന മോസ്ഫെറ്റ് വെച്ചിട്ടുള്ള ബോർഡാണ്. മോസ്ഫെറ്റ് ബേസിന് എപ്പോഴും നല്ലൊരു പെർഫോമൻസ് ബോർഡാണ്. അപ്പോൾ ഇവർ എഴുതിയിരിക്കുന്നത് എന്താണോ അറിയില്ല. അത് പക്ഷേ ഇതിൻ്റെ പകുതി പവർ നമുക്ക് RMS സബ്വൂഫർ നമുക്കൊരു JBLൻ്റെ 1300 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഓഡിയോക്സിൻ്റെ 200 വാട്ടിൻ്റെ സബ്വൂഫറൊക്കെ പ്ലേ ചെയ്യാനായിട്ട് സൂപ്പറാണ്. നല്ല പെർഫോമൻസ് ആണ്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം തകർക്കാൻ പറ്റിയൊരു ഐറ്റാണ്. അപ്പോൾ അടുത്ത നമ്മൾ വരുന്നത് ഇത് SD ഓഡിയോ ടെക് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള സിയാദിൻ്റെ ബോർഡാണ്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ബോർഡുകൾ മാത്രമല്ല, എല്ലാ ടെക്നീഷ്യന്മാരുടെയും ഒരുവിധം ബോർഡുകളെല്ലാം മേടിച്ച് നമ്മൾ നോക്കണം ഏതാ ഓഡിയോ ക്വാളിറ്റി നല്ലത്. നമുക്ക് ഒരു സിസ്റ്റം ചെയ്യാൻ തരുമ്പോഴത്തേക്കും അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ നമ്മൾ പല ബോർഡുകൾ മേടിച്ച് നമ്മുടെ പൈസ നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് ഒരുവിധം കൊള്ളാവുന്ന ഒരു ഓഡിയോ ക്വാളിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ് സിയാദിൻ്റെ ബോർഡാണ്. ഇതൊരു 4 പീസോ 3 പീസോ എത്രയോളം ഞാൻ മേടിച്ചതാണ്. ഇപ്പം 2 പീസ് ബാക്കിയുണ്ട്. ഇനി
ബാക്കി പീസ് 2 പീസ് ഞാൻ വേറെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നമുക്ക് ഇത് 320 വാട്ട്സ് RMS എന്ന് പുള്ളി പറയുന്നുണ്ട്. മാക്സിമം 60 വോൾട്ട് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അത്രയൊന്നും കൊടുത്തില്ല, ഒരു 45 വോൾട്ടിൽ ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ കൊടുത്ത സ്പീക്കേഴ്സിന് നല്ല വർക്കിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 പീസ് ഞാൻ മാറ്റി വെച്ചേക്കണാണ്. ഇപ്പോൾ ഇതിന് ഏകദേശം ഹീറ്റ് സിങ്ക് ഇല്ലാതെ, ഹീറ്റ് സിങ്കോട് കൂടിയിട്ടാണ് ആൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടെക്നീഷ്യന്മാരായതുകൊണ്ട് ചോദിച്ചുകൊണ്ട് ഹീറ്റ് സിങ്ക് ഇല്ലാതെ പുള്ളി തന്നു. പിന്നെ അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ്, ഇത് ഞാൻ ഓൾറെഡി കാണിച്ചതാണ് നമ്മുടെ ബോർഡ്. ഇത് തന്നെ ഈ ഒരു സർക്യൂട്ടിൽ തന്നെ പല ചേഞ്ചസും വരുത്തി നമുക്ക് ഈ ബോർഡിനെ ഈ ബോർഡ് ഇപ്പോൾ 35035 ഈ ബോർഡ് വർക്ക് ചെയ്യണത്. പക്ഷേ ഈ ബോർഡിനെ നമുക്ക് 60+60 വരെ നമുക്ക് ഇതിനെ ഇതിലെ കമ്പോണൻസ് ലെവല് കാര്യങ്ങൾ മാറ്റി ഞാൻ ഇത് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഇപ്പോഴും പലരുടെ സ്പീക്കറുകൾ കത്തിപ്പോയിട്ടുണ്ട്. അത്രത്തോളം പെർഫോമൻസ് തരാൻ ശേഷിയുള്ള ഒരു നല്ല സർക്യൂട്ടാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 വാട്ട്സ് RMS വരുന്ന ഒരു ബോർഡാണ്. ഈ ബോർഡ് നിങ്ങൾക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടൂല. ഇത് മാർക്കറ്റിൽ ഉള്ള ബോർഡല്ല. ഇത് LJ 80 എന്ന് പറയുന്ന ലൈഡൽ സാറിൻ്റെ, ജോഷി സാറിൻ്റെ ഒരു സർക്യൂട്ടാണ്. ജോഷി സാറിൻ്റെ സർക്യൂട്ട് PCB ചെയ്ത് ഡിസൈൻ ചെയ്യിച്ചിട്ട് PCB ആയിട്ട് അവൈലബിൾ ആണ്. PCB വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ PCB അയച്ചു തരാം. അപ്പോൾ ഈ PCB ആയിട്ട് മാത്രമേ ഉള്ളൂ. അത് മേടിച്ച് നമ്മളത് അസംബിൾ ചെയ്തെടുക്കണം. അസംബിൾ ചെയ്ത് ടെസ്റ്റിംഗ് കഴിഞ്ഞ് വെച്ചേക്കുന്ന ബോർഡാണ്. ഇതിൻ്റെ ഒരു മാക്സിമം വോൾട്ടേജ് തരുന്നത് പറയണത് 45+45- ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 90 വോൾട്ടോളം DC-യിൽ ആണ് നമ്മൾ ഇത് വർക്കിംഗ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ RMS പവർ 8 ohmsൽ 80 വാട്ട്സ് RMSലാണ് വരുന്നത്. പിന്നെ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്താണെന്ന് വെച്ചാൽ NJW സീരീസിലെ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ബ്ലാങ്ക് PCBs ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ സെയിം തന്നെ ഇച്ചിരി കോമ്പാക്ട് സൈസിൽ ചെയ്തിരിക്കുന്ന ബ്ലാങ്ക് PCB ആണ്. ഗ്ലാസ് എപ്പോക്സി ബ്ലാങ്ക് PCB ആണ്. ഇനി അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു 160 വാട്ടിൽ വരുന്ന 2 ട്രാൻസിസ്റ്ററും കൂടി പാരൽ ചെയ്തിട്ട് വരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. സെയിം സർക്യൂട്ട് തന്നെ, ചെറിയ ഒരു ഡിഫറൻസ് വരുത്തിയിട്ട് 2 ട്രാൻസിസ്റ്ററും കൂടി പാരൽ ചെയ്ത് വരുന്ന ഒരു സർക്യൂട്ടാണ്. 160 വാട്ട് നമുക്ക് ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടും. ഏകദേശം 50 ഒക്കെ DC നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഹെവി ഹീറ്റ് സിങ്ക്. ഈ കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഹീറ്റ് സിങ്ക് എത്രത്തോളം നല്ലത് കൊടുക്കാവോ അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് കുറേ നേരം വർക്ക് ചെയ്യും. ആദ്യം നമുക്ക് കുഴപ്പമുണ്ടാവില്ല, വർക്ക് ചെയ്ത് ചൂടായി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ചൂടാവുന്ന സമയത്ത് ഹീറ്റ് സിങ്ക് നല്ലതാണെങ്കിൽ അത്രത്തോളം ചൂടിനെ പിടിച്ചു നിർത്താൻ അതിന് മാക്സിമം നല്ല ഹീറ്റ് സിങ്ക് ഉള്ളത് മാക്സിമം നല്ല വെയിറ്റിലുള്ള ഹീറ്റ് സിങ്കുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇതിപ്പോൾ ക്ലാസ് AB അല്ലേ, ക്ലാസ് A ഒക്കെ ആണെങ്കിൽ ഇതൊന്നും പോരാ, ഇതിലും കൂടുതലായുള്ള ഹീറ്റ് സിങ്കുകൾ നമുക്ക് വേണം. ക്ലാസ് A ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം അത് വേറെ ലെവലിലുള്ള തരത്തിലുള്ള ഒരു ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പോൾ അത് അങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു ബ്രാൻഡാണ് ശക്തി. ഈ ബോർഡ് നമുക്ക് അവർ പറയുന്നത് 100+100 വാട്ട്സ് ആണ് നമുക്ക് പറയുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വിലയ്ക്ക് കിട്ടുന്നൊരു ബോർഡാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. അതായത് ഒരു പകുതി വോളിയം വരെയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പകുതി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയാം അല്ലേ? തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് മാത്രമല്ല, ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. അതുപോലെ സിമ്പിളായിട്ട് എല്ലാ കണക്ഷൻസും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിസാര വില, ഏതാണ്ട് ഏകദേശം 750-800 രൂപയോളം വിലയെ വരുന്നുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇതിന് ചീപ്പാണ് വില. പക്ഷെ അതിൻ്റെതായ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിയോ തുറന്ന് നമ്മൾ കുറച്ചു നേരം കേട്ട് ട്രാൻസിസ്റ്റർ ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ സംഭവം കയറി. അതാണ് ഈ ഒരു ബോർഡിനുള്ള ഔട്ട്പുട്ടിൽ ഡിസ്റ്റർബൻസ് വരും. അപ്പോൾ നമുക്ക് ഒരു 8 ഇഞ്ച് ഒരു ഡ്രൈവറൊക്കെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാനാണ്. ഇപ്പോൾ 8 ഇഞ്ചിന് ഇപ്പോൾ അവാർഡിൻ്റെ ഒരു ഡ്രൈവർ വെച്ചുള്ള ഒരു 2-വേ ബോക്സ് 3-വേ ബോക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഡ്രൈവ് ചെയ്യാനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ബോർഡാണ്. നല്ല ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൈസയ്ക്കുള്ള ഇതുണ്ട് അതിന്. അതായത് നമുക്ക് 800 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ തുകയൊന്നുമല്ല. 800 രൂപയ്ക്കുള്ള ക്വാളിറ്റി അത് തരുന്നുണ്ട്. പക്ഷേ ഇത് തന്നെ ഇച്ചിരി നല്ല ട്രാൻസിസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ട്രാൻസിസ്റ്റർ നമ്മൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ നല്ല എഫിഷ്യൻസി കിട്ടും. പിന്നെ പവർ സപ്ലൈ സെക്ഷനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത് കപ്പാസിറ്റേഴ്സിൽ തന്നെ ഇതിപ്പോൾ 15000 MFD 63 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. ഇത് നമ്മളിപ്പോൾ ഒരു 3 സിസ്റ്റങ്ങളുടെ വർക്കിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് 2 കപ്പാസിറ്ററും സെമിക്കോണിൻ്റെ ഒരു 35 ടണ്ണിൻ്റെ ഒരു മെറ്റൽ ഡയോഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സെമിക്കോൺ അല്ലാതെ തന്നെ ഇത് തന്നെ 3Nix ഉണ്ട്. 3Nix വരുമ്പോൾ ഇതിൻ്റെ ഡബിൾ വില വരും. പിന്നെ കപ്പാസിറ്റർ ഇത് തന്നെ കെൽട്രോണിലേക്ക് വന്നാൽ അതിനേക്കാളും വില കൂടും. പിന്നെ ഈ കപ്പാസിറ്റർ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 15000 MFD 80 വോൾട്ടാണ്. 15000 MFD 80 വോൾട്ട്. ഇത് 15000 MFD 63 വോൾട്ട്.
ഇത് 15000 MFT 50 വോൾട്ട് 3 ടൈപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 35 വോൾട്ടൊക്കെ DC എടുക്കണമെങ്കിൽ നമുക്ക് ഈ 50 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ധാരാളമാണ്. അപ്പോൾ ഒരു 40 വോൾട്ട് 42 വോൾട്ട് 45 വോൾട്ടൊക്കെ വരുവാണെങ്കിൽ ഈ 80 വോൾട്ട് 63 വോൾട്ട് എടുക്കാം. ഒരു 60 വോൾട്ടൊക്കെ വരുവാണെങ്കിൽ 80 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ കപ്പാസിറ്റർ ബൾജായി ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓവർ വോൾട്ടേജ് വന്നിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ കണക്റ്റേഴ്സ് കാര്യങ്ങൾ. പിന്നെ ഇതിൽ അടുത്ത വരുന്നത് വെച്ചാൽ 4 കപ്പാസിറ്റർ ആണ്. 4 കപ്പാസിറ്റർ പാരലൽഡ് കപ്പാസിറ്റേഴ്സ് ആണ്. 10000 63 വോൾട്ടിന് 4 പാരൽ ചെയ്തേക്കണതാണ്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. കപ്പാസിറ്റേഴ്സ് പാരൽ ചെയ്ത് ഉപയോഗിക്കണമനുസരിച്ചിട്ട് ഓഡിയോ ക്ലാരിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ടെക്നിക്കലി അതിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്ര വിശദാംശത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതിന് അത്രയ്ക്ക് പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല എന്ന് കൂട്ടിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ. സ്പീക്കർ പ്രൊട്ടക്ഷൻ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ. ഇത് 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ. ഡിലേ വിത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ, DC പ്രൊട്ടക്ഷൻ. ഇത് നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റ് ഇല്ല എങ്കിൽ സിസ്റ്റത്തിലേക്ക് ഇനീഷ്യലായിട്ട് കറണ്ട് ചെല്ലുമ്പോൾ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു DC പ്രസൻസ് ഒരു സ്പൈക്ക് സിഗ്നൽ സ്പീക്കറിലേക്ക് പോകും. ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ടോട് കൂടി സിസ്റ്റം ഓൺ ആവും. പക്ഷേ ആ സമയത്ത് ഈ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇതൊരു 5 സെക്കൻഡ് ഇതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതില്ലാതെ 5 സെക്കൻഡ് കഴിയുമ്പോഴേ സ്പീക്കറിലേക്ക് കണക്ഷൻ പോവുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം സ്പീക്കറിന് ഉണ്ടാവില്ല. ആ സ്പീക്കറിന് അങ്ങനെ ഉണ്ടാകും തോറും കാലക്രമേണ സ്പീക്കറിന് കംപ്ലൈൻറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. എത്രയൊക്കെ നമ്മൾ ഇല്ലാന്ന് ബാധിച്ചാലും കാലക്രമേണ ഒരു DC പ്രസൻസിൽ ചെന്ന് കംപ്ലൈൻറ്റ്സ് വരാനുള്ള ചാൻസസ് വളരെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഒരു ചാനലിൽ കൂടെ ഇൻ കേസ് ട്രാൻസിസ്റ്റർ ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്റ്റേജ് ഷോർട്ടായിട്ടോ ഡയറക്റ്റ് വോൾട്ടേജ് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എടുത്ത് കാണിച്ച ഈ ബോർഡിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ 60 ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ 60 വോൾട്ട് ഡയറക്റ്റ് സ്പീക്കറിലേക്ക് കയറി പോകും ഷോർട്ടിങ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ പോകുന്ന സമയത്ത് പണ്ട് കാലത്ത് STK ഉപയോഗിച്ചിട്ടിരുന്ന ആളുകൾക്ക് സ്ഥിരം അറിയാം. അതായത് STK സെറ്റുകൾ ഉപയോഗിച്ചിരുന്ന ആളുകളുടെ ഒക്കെ STK ഷോർട്ടായി പോയിട്ട് സ്പീക്കർ കത്തി പോലെയായിരുന്നു പരിപാടി പണ്ട് കാലത്ത്. പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ആ ഒരു സപ്ലൈയുടെ പ്രസൻസ് വന്നാൽ DCയുടെ പ്രസൻസ് ഇവിടെ വന്നാൽ അപ്പം തന്നെ റിലേ അൺഹോൾഡ് ആവും. അൺഹോൾഡ് ആയിട്ട് ആ സ്പീക്കറിലേക്കുള്ള കണക്ഷനെ ഡിസ്മാൻഡിൽ ചെയ്യും. അപ്പം അത് അങ്ങനെ ഒരു ഗുണമേന്മയും കൂടി ഇത് വെച്ചാൽ നമുക്കുണ്ട്. അപ്പോൾ രണ്ടാണ് ഓട്ടോമാറ്റിക് ഡിസ്മാൻഡിലാവും. ഓട്ടോമാറ്റിക്. അത് DCയുടെ പ്രസൻസ് ഇവിടെ വന്നോ അപ്പം തന്നെ റിലേ അൺഹോൾഡ് ആയിരിക്കും. അപ്പോൾ ഇത് പല കാറ്റഗറി ഉണ്ട്. ഇതിപ്പോൾ ഒരു 5.1ൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ അടുത്തത് വരുന്നത് ഇത് 2.1ൻ്റെ ആണ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ ലേബലിംഗ് ഉണ്ട് സൗണ്ട് വേവ് ഓഡിയോസ്. നമുക്ക് കോമൺലി ഏറ്റവും വേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്. കോമൺലി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സൗണ്ട് വേവ് ഓഡിയോസ്. നമ്മുടെ ഡിസൈനിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്ന അൻസാറാണ്. അനിൽ എന്ന് പറഞ്ഞ സാറുണ്ട്, എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് നമുക്കിതൊക്കെ ഡിസൈൻ ചെയ്ത് PCB ചെയ്ത് തരുന്ന ജോണി ചേട്ടനാണ്. ജോണി എന്ന് പറഞ്ഞാൽ രണ്ടുപേരോടും ഞങ്ങളുടെ ഒരു ഹായ് അറിയിക്കാം. അവരാണ് നമുക്ക് എന്തായാലും ഇതിനൊക്കെ സപ്പോർട്ട് ആവശ്യമാണല്ലോ. നമുക്ക് അതായത് നമുക്ക് ഒരുപാട് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥിതിക്ക് നമ്മളൊരു ബിഗിനറായിട്ട് മാനുഫാക്ചറിങ് രംഗത്തേക്ക് വന്നപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ വലിയൊരു കാര്യമാണ്. ജോണി ചേട്ടനാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. PCBs എല്ലാം കളക്ട് ചെയ്ത് റെഡിയാക്കി തന്നു. എന്നിട്ട് എനിക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഹെൽപ്പിങ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ USB മൊഡ്യൂൾസാണ്. USB മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാട്ട് പ്ലേ ചെയ്യണ സമയത്ത് നമുക്കൊരു MP3 ഫയലും FLAC AAC WMA എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫയൽ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിക് മോഡൽ ഇതിപ്പോൾ ഒരു 250 രൂപ വില വരുന്ന ഒരു USB മൊഡ്യൂളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ മേടിക്കണ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം USB മൊഡ്യൂൾ. അപ്പോൾ ഈ ഒരു USB മൊഡ്യൂളിൽ MP3 ഫയൽസ് മാത്രമേ ഇതിൽ പ്ലേ ആവത്തുള്ളൂ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. വേറെ ഉള്ള യാതൊരു ഫയൽസ് ഇട്ടാൽ റീഡ് ആവത്തില്ല. USB വഴി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ റീഡ് ആവത്തില്ല. അതുപോലെ തന്നെ ഈ വയർലെസ് ബ്ലൂടൂത്ത് ഉപയോഗിച്ചാലും ബ്ലൂടൂത്തിനും അതിൻ്റേതായ പോരായ്മകളുണ്ട്, കുറവുണ്ട്. കാരണം ഇതിൻ്റെ ഡാക്ക് അത്രത്തോളം കപ്പാസിറ്റി ഉള്ളതാണ്. മറിച്ച് ഇതിലേക്കൊക്കെ വരുന്തോറും ഇതിപ്പോൾ ഹൈ റേറ്റഡ് ആയിട്ടുള്ള USB മൊഡ്യൂൾസ് ആണ്. 3 വെറൈറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. 3 വെറൈറ്റിയും ഹൈ റേറ്റഡ് ആയിട്ടുള്ള USB മൊഡ്യൂൾസ് ആണ്. ഇതിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ബിറ്റോളം കപ്പാസിറ്റി വരുന്ന FLAC ഫയൽസ് ഒക്കെ നമുക്ക് പ്ലേ ചെയ്ത് ഈസി ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും. ഒരുപാട് ഹൈ റെസൊല്യൂഷൻ ടൈപ്പ് അല്ല, എന്നാൽ ഒരു മീഡിയം ഈ MP3നേക്കാളും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്ന ഫയൽസ് പ്ലേ ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇൻപുട്ടിൽ സോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ഫയൽ ഇപ്പോൾ ബ്ലൂടൂത്തിൽ പ്ലേ ചെയ്യുവാണോ അല്ലെങ്കിൽ ഇൻപുട്ട് സോഴ്സിൽ കൊടുക്കുന്ന ഫയൽസിനെ നമുക്കൊരു പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു USB മൊഡ്യൂൾ. ഇതല്ല ഇച്ചിരി കൂടെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഡാക്കുകൾ ഉപയോഗിക്കാം. ഡാക്കുകൾ ഡയറക്റ്റ് സ്ട്രീമിംഗ്
ഡിവൈസുകൾ. ഡാക് മീൻസ് ഡിജിറ്റൽ അനലോഗ് കൺവേർട്ടർ. അതായത് നമ്മുടെ ഈ സ്പോട്ടിഫൈ അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ പേ ചെയ്ത് പാട്ടുകൾ മേടിക്കുന്ന ആപ്ലിക്കേഷൻസ്, അതിനെ ലൈവ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഹൈ റെസൊല്യൂഷൻ ഓഡിയോസിനെ പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റാസ്ബെറി പൈ പോലെയുള്ള ഒരു മിനി കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആംപ്ലിഫയർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് നമ്മൾ പോയി കഴിഞ്ഞാൽ ടോൺ കൺട്രോൾ സെക്ഷൻ. ടോൺ കൺട്രോൾ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2-വേ ടോൺ കൺട്രോൾ ഉണ്ട്, 3-വേ ടോൺ കൺട്രോൾ ഉണ്ട്, ഈക്വലൈസേഴ്സ് ഉണ്ട്. ഈ 3 ടൈപ്പിലാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 10 ബാൻഡ് ഗ്രാഫിക് ഈക്വലൈസറാണ്. 10 ബാൻഡ് ഗ്രാഫിക് ഈക്വലൈസർ. ഇതിൽ അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ്, ഗ്രൗണ്ട്, മൈനസ്, വോൾട്ടേജ്. ഇത്ര അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വോൾട്ടേജുകൾ കറക്റ്റായിട്ട് നോക്കുക. ഒരു 12-0, 12 DC നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ബോർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. അത് തന്നെ വേറൊരു വെറൈറ്റിക്ക് വരുന്നുണ്ട്, 15 ബാൻഡിൽ വരുന്നുണ്ട്. ഇത് 15 ബാൻഡിൽ HFന് വേണ്ടിയിട്ടും മിഡിന് വേണ്ടിയിട്ടും കുറച്ച് ബാൻഡ്സ് കൂടുതൽ വന്നിട്ട് വരുന്നുണ്ട് ഈ ബോർഡ്. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കി, രണ്ടും നല്ല റിസൾട്ട് വരുന്നുണ്ട്. 5 ബാൻഡിൻ്റെ ഇത് തന്നെ 5 ബാൻഡിൻ്റെ ഉണ്ട്. 5 ബാൻഡ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് പേഴ്സണലി എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. ഇതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, എങ്കിലും ഇത് അത്യാവശ്യം തിരക്കേടില്ല. 10 ബാൻഡ് ഗ്രാഫിക് ഈക്വലൈസർ. വർക്കിംഗ് ബേസ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ 5.1 ആംപ്ലിഫയറുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റിമോട്ട് കിറ്റുകൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരു 5.1 ആംപ്ലിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിമോട്ട് കിറ്റാണ്. ഇതിൽ DTS സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്നു. DTS ഒക്കെ റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന ഒരു HDMI, ഒരു 3 ഇൻപുട്ട് വരുന്നുണ്ട്, ARC ഉണ്ട്, ഒരു ഒപ്റ്റിക്കൽ ഉണ്ട്, ഒരു കോയാക്സിൽ ഉണ്ട്. ഇത്രയും ഇൻപുട്ട് സോഴ്സസ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഏകദേശം ഒരു 7,000 അടുത്ത് റേറ്റ് വരുന്ന ഒരു കിറ്റാണ് ഈ കിറ്റ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇപ്പോൾ മറാൻസിൻ്റെ ഒരു 1,00,000 രൂപയുടെ ഒരു AVR-ഉം ഇതുപോലും തമ്മിൽ താരതമ്യം ചെയ്ത് സ്വയം വിഡ്ഢികളാവരുത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയൊന്നും കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ ബ്രാൻഡഡുമായിട്ട് താരതമ്യം ചെയ്യരുത്. നമ്മൾ അസംബിൾ ചെയ്യണം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു കൂടുതലും കസ്റ്റമേഴ്സ് അങ്ങനെ ഒരു പ്രവണത ഉണ്ടല്ലോ. ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ബേസിക് ആയിട്ട് ഒരു ഹോം തിയേറ്റർ എൻ്റെ ഒരു 5.1-ൻ്റെ സിസ്റ്റത്തിൻ്റെ റേറ്റ് വരുന്നത് ഒരു 200 വാട്ട് സബും ഒരു 25 വാട്ട് പെർ ചാനലും വരുന്ന ഒരു സബ് ആംപ്ലിഫയറിന് ഞാൻ 10,000 രൂപ ഞാൻ മേടിക്കാറുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ട്രാൻസ്ഫോമർ കാണിച്ചായിരുന്നു. ഈ ട്രാൻസ്ഫോമറിനകത്ത് വരുന്ന കോപ്പറാണെന്ന് ചിലർ പറയുന്നുണ്ട്. സിംഗിൾ കോട്ടഡ് കോപ്പർ ഉണ്ട്, ഡബിൾ കോട്ടഡ് കോപ്പർ ഉണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസുലേഷൻസ് വേറെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഗ്രേഡ് കൂടിയ നല്ല വയേഴ്സ് ഉപയോഗിച്ച് ട്രാൻസ്ഫോമർ വേണ്ടി ഇപ്പൊ ട്രാൻസ്ഫോമർ തന്നെ ഏകദേശം 2,000-2,400 രൂപ മേളിൽ വരും. റിമോട്ട് കിറ്റ് ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റാണ് ഉപയോഗിക്കുന്നത്. അതിന് ഏകദേശം 2,600 രൂപയോളം വിലയുണ്ട്. ഇനി ബാക്കി ഇതിൽ എത്ര രൂപയുണ്ട്? ആംപ്ലിഫയർ ബോർഡ്സ്, കാര്യങ്ങൾ, ലേബർ എല്ലാം ഇതിൽ അടക്കം ചെയ്യണ്ടേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് റേറ്റുകൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ 5.1 ഉണ്ടോ ബ്രോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഉണ്ട്, ഇന്ന പോലെയാണ്, കസ്റ്റമൈസ് അത് ചെയ്തു തരുള്ളൂ, 1 മാസം 2 മാസമൊക്കെ താമസം വരും. അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഓർഡേഴ്സ് അനുസരിച്ച് ഓർഡേഴ്സ് തന്ന ഒരുപാട് പേരുടെ ഇപ്പോഴും പെൻഡിങ് ഉണ്ട് കേട്ടോ. തീർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരു മൂലയെന്ന്. അതുകൊണ്ടാണ് കൂടുതൽ പെട്ടെന്ന് വേണം. ഇപ്പം ഞാൻ വീഡിയോസ് ഇടാതിരിക്കണതിൻ്റെ കാര്യം, നേരത്തെ ഒരുപാട് തന്ന ആളുകളുടെ വാശി പിടിക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഓർഡേഴ്സ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സ്പീക്കർ പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫുൾ കോപ്പർ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഫുൾ കോപ്പർ ആയിട്ടുള്ള ട്രാൻസ്ഫോമറുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അലൂമിനിയം ഒന്നും അല്ല. ഇവിടെ പല ട്രാൻസ്ഫോമറുകളും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്, അലൂമിനിയാണ്. പല സുഹൃത്തുക്കളുടെ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് അലൂമിനിയം ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അത് വരുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടി റേറ്റിൽ വരും. പിന്നെ ഇതിൻ്റെ താന്ന് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ പറഞ്ഞു സാധാരണ റിമോട്ട് കിറ്റാണ്. പിന്നെ അതിൽ ഡോൾബിയുടെ സപ്പോർട്ട് വേണമെങ്കിൽ FT003 എന്ന് പറയുന്ന ഒരു മിനി ഡീകോഡർ ബോർഡ് ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്, ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ആ മിനി ഡീകോഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏകദേശം ആ മിനി ഡീകോഡറും ആ റിമോട്ട് കിറ്റും കൂടി കൂട്ടിയിട്ട് ഏകദേശം 5,400 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഒരു 2,000 രൂപയുടെ അടുപ്പിച്ച് മാറ്റം വന്നാൽ ഇതാണ് ഇച്ചിരി കൂടെ ബെറ്റർ ഓപ്ഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലൊരു 3 HDMI ഇന്നും കൂടി വരുന്നുണ്ട്. 3 HDMI ഇന്നും ഒരുപോലെ ARC ഔട്ട്, മറ്റേ ഒരു ARC മാത്രമുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ഓപ്ഷനായിട്ട് സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. പിന്നെ അടുത്തത് നമുക്ക് വരുന്നത്, ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ അലങ്കാര വസ്തുക്കളായിട്ടുള്ള VU മീറ്റേഴ്സാണ്.
വിയോമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പരിധി വരെ ആളുകൾക്കുടെ വിചാരം അതൊരു അലങ്കാര വസ്തുവാണെന്നാണ്. അതായത് ലാൻസിംഗ് ലൈറ്റ് ഇങ്ങനെ കളിക്കുന്നു, അത് കാണുമ്പോഴത്തേക്കും അത് ഒരു പ്രത്യേക ഭംഗിയല്ലേ. പക്ഷെ എന്ന് പറഞ്ഞാൽ വിയോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന് ഉപയോഗിക്കുന്നതല്ല, അതിൻ്റെ പ്രത്യേകിച്ചും പഴയ നമ്മൾ ഉണ്ട്. അതിൻ്റെ ഈ വോളിയത്തിൻ്റെ ഇതിൻ്റെ DB റേഞ്ച് എത്രയാണോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വിയോമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതൊരു ഭംഗിക്ക് വേണ്ടി പല രീതിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ബാർ ടൈപ്പ്ഡ് ആയിട്ടുള്ള ഒരു വിയോമീറ്ററാണ്. ബാർ ടൈപ്പിൽ വരുന്ന LED വരുന്ന ടൈപ്പിലുള്ള വിയോമീറ്ററാണ്. ഇത് തന്നെ സ്പെക്ട്രം അനലൈസർ ഉണ്ട്, അതുപോലെ തന്നെ സ്പെക്ട്രം അനലൈസർ കറൽ ടൈപ്പിലുണ്ട്, VFTയിൽ വരുന്നുണ്ട്, പിന്നെ വൈറ്റ് LED വെച്ച് വരുന്ന ടൈപ്പിലുണ്ട്. ഇത് ഒരെണ്ണം വരുന്നത് ഇത് ഡോട്ടഡ് ടൈപ്പിലുള്ള വിയോമീറ്ററാണ്. ഇത് രണ്ട് ടൈപ്പാണ്, ഡോട്ടഡും വരുന്നുണ്ട്, അതുപോലെ ബാർ ടൈപ്പിലുള്ള വരുന്നുണ്ട്. രണ്ടിനും 2 വിലയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ പാർട്ടുകളിൽ ഒന്നാണ് ട്രാൻസിസ്റ്റേഴ്സ്. ഇപ്പോൾ ഈ ട്രാൻസിസ്റ്റേഴ്സിലേക്ക് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, ഇത് CDIL എന്ന് മാർക്ക് ചെയ്യുന്നത് CDILൻ്റെ ട്രാൻസിസ്റ്ററാണ്. ഇത് തന്നെ തോഷിബയുടെ ട്രാൻസിസ്റ്റേഴ്സ് ഒറിജിനൽ ഉണ്ട്, തോഷിബ സെക്കൻഡ് കോപ്പി ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് NJW സീരീസ്. ഇതും NJW സീരീസ്. ഇത് ഓൺ സെമി കണ്ടക്ടേഴ്സിൻ്റെയാണ്. ഇതും നല്ല ട്രാൻസിസ്റ്റേഴ്സാണ്. ഇത് മാറുന്നതനുസരിച്ച് ഇതിന് ഔട്ട്പുട്ടിൽ ഓഡിയോ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ ഡേറ്റാസും HFയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ, ഈ നമ്പേഴ്സ് വെച്ച് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് അതിൻ്റെ ഡേറ്റ ഷീറ്റ് കാര്യങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ട്രാൻസിസ്റ്റേഴ്സ് മാത്രമല്ല, ഇതിൻ്റെ ഈ ഡ്രൈവിംഗ് ട്രാൻസിസ്റ്റേഴ്സ് ഇതിൻ്റെ മിനി ചെറിയ സ്റ്റേജ് ട്രാൻസിസ്റ്റേഴ്സ് അത് എല്ലാം നല്ലതാണെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഓഡിയോ റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചേക്കണം, ഇപ്പോൾ ഈ 5 ചാനൽ ബോർഡിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൽ നമ്മൾ CFR MFR ഇട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ MFR എല്ലാ വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഇത്രയും ബോർഡ് എമർജൻസി ആയതുകൊണ്ട് ഞാൻ CFR വാല്യൂസ് എല്ലാം ഇട്ടിട്ടുണ്ട്. MFR വാല്യൂസ് വരുമ്പോൾ ടോളറൻറ്റ് ±5% ആണ്, മറ്റേ വരുമ്പോൾ 10% ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് കഴിവതും എല്ലാം MFR ഇടാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ട്രാൻസിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഈ ചെറിയ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം CDL കമ്പനിയുടെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി കിട്ടുന്ന, എന്നാൽ ചൈനയുടെ ഉണ്ട്, ഇതിൻ്റെ പകുതി വിലയുള്ളൂ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ബോർഡ് നമുക്ക് ചൈനയുടെ ലൈഫ് മാത്രമല്ല ഓഡിയോ ക്വാളിറ്റി വ്യത്യാസം. അതെ. അപ്പോൾ ആ ഒരു കുറവുകളുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫ്യൂസിബിൾ റെസിസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടല്ലോ, CFR റെസിസ്റ്റേഴ്സ് ആണ്. അത് 2 വാട്ടാണ്, 5 വാട്ടിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ ലോഡ് അത്രയേ വരുന്നുള്ളൂ, നമ്മൾ ഹെവി സ്പീക്കേഴ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 വാട്ടിൻ്റെ റെസിസ്റ്റൻസ് അവിടെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ MLC ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന PFകളെല്ലാം. ഈ PFകളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, LC PFകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള PFകൾ കാര്യങ്ങളാണ്. PF തന്നെ പല ടൈപ്പ് ഉണ്ട്, ബോക്സ് ടൈപ്പിലുള്ളതുണ്ട്, നോർമൽ ടൈപ്പിൽ ഡിസ്ക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മീഡിയം റേഞ്ചിൽ ക്വാളിറ്റിയിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ള സ്പീക്കർ കണക്റ്റേഴ്സ് അത്യാവശ്യം നല്ല കണക്റ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ഇത് ബേസിക് മോഡൽ കണക്ടറാണ്, നമുക്ക് ലോ റേറ്റഡ് ആയിട്ടുള്ള, ഇത് അതിനേക്കാളും ചെയ്യുന്ന ഹൈ റേറ്റഡ് ആയിട്ടുള്ള, ഇതിലും ചെയ്യുന്ന ഹൈ റേറ്റഡ് ആയിട്ടുള്ള MX കണക്റ്റേഴ്സ് ഉണ്ട്. അതിപ്പോൾ സ്റ്റോക്ക് ഇരിപ്പില്ല, തീർന്നുപോയി. ഇത് വരുന്ന അടുത്തത് നമ്മുടെ ബനാനയാണ്. ഇതും ഡബിൾ ടൈപ്പ്, സിംഗിൾ ഇതിൽ വരുന്ന ഡബിൾ ടൈപ്പ് ബനാനയാണ് വരുന്നത്. ഇത് സിംഗിൾ ആയിട്ടുള്ള എൽകോമിൻ്റെ ബനാന സോക്കറ്റ്സും നമ്മുടെ കൈ വെച്ചുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് തീർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കണക്റ്റേഴ്സ് യൂണിറ്റുകളാണ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ RC കണക്റ്റേഴ്സാണ്. RC കണക്റ്റേഴ്സ് ഇത് ബോക്സ് ടൈപ്പ് ഉണ്ട്, അല്ലാതെ ഈ ഷീറ്റ് ടൈപ്പ് ഉണ്ട്. ഇത് ഷീറ്റ് ടൈപ്പ് തന്നെ വേറെ 2-3 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോൾ 3 ടൈപ്പാണ്. 3 ക്വാളിറ്റിയാണ്, 3 റേറ്റാണ്, അതനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. വരുന്നത് ഇതാണ്, ഇത് നമ്മുടെ സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറയും. സോഫ്റ്റ് സ്റ്റാർട്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ സെയിം ഫംഗ്ഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പക്ഷേ അതിൽ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂസ് മാത്രമേ ഉള്ളൂ, അതല്ലാതെ ഇതിൽ ഡിലേ പ്രൊട്ടക്ഷനാണ് വരുന്നത്. അതായത് ഇനീഷ്യലായിട്ടുള്ള കറണ്ട് ഫ്ലോയിൽ നിന്ന് ആ സിസ്റ്റത്തെ തടയാനും അതിനെ കുറയ്ക്കാനുമായിട്ട്, അതായത് പതുക്കെ ഗെയിൻ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒറ്റയടിക്ക്, അതായത് ഇപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി അങ്ങനെ വരുമ്പോൾ സിസ്റ്റം ഇങ്ങനെ ഓഫ് ആവാനുള്ള ടെൻഡൻസി കുറയ്ക്കും. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഈ സാധനം ആക്റ്റീവ് ആവുകയുള്ളൂ. പെട്ടെന്ന് ഇതിലേക്ക് സപ്ലൈ കയറി ചെല്ലാനുള്ള
ടെൻഡൻസി കുറച്ച്. അപ്പം നമ്മുടെ സിസ്റ്റത്തിന് ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കുറയും. ഇൻ കേസ് അകത്ത് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഓവറായിട്ട് എക്സസീവ് ആയിട്ട് വരുന്ന കറണ്ട് ഡ്രോനെ കുറയ്ക്കാനും ആ കറണ്ട് ഡ്രോ കുറഞ്ഞ് ഈ സെൽഫായിട്ടുള്ള ഇരിക്കുന്ന ഫ്യൂസ് ബേൺ ഔട്ട് ആയി പോവുകയും ചെയ്യും. അല്ലാതെ നമുക്ക് സിംഗിളി ഒരു ഫ്യൂസ് മാത്രം വെച്ചാലും അത് സംഭവിക്കും. എങ്കിലും ഈ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പെട്ടെന്നുണ്ടാവുന്ന ആ ചാഞ്ചാട്ടത്തിൽ നിന്ന് സിസ്റ്റത്തിനെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് മൈക്രോഫോൺ ബോർഡാണ്. മൈക്രോഫോൺ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഡീടെക് ഓഡിയോസിൻ്റെ ഒരു നല്ലൊരു മൈക്രോഫോൺ ബോർഡാണ്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. അവരുടെ തന്നെ ടോൺ കൺട്രോളും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒന്നും പറയണ്ട, അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി വരുന്നുണ്ട്. ഒരു 2 മൈക്കിൻ്റെ കൺട്രോൾസാണ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്ത മൈക്ക് 1 മൈക്ക് 2 അത് ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾസ് വരുന്നത്, എക്കോ വരുന്നത്, ഡിലേ വരുന്നത്, മ്യൂസിക് കരാക്ക മ്യൂസിക്കിൻ്റെ വോളിയം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും വരുന്നുണ്ട്. 12.0 ട്രാൻസ്ഫോമർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ USB മൊഡ്യൂളിന് വേണ്ടിയിട്ടുള്ള 5 വോൾട്ട് ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ഈ ചെറിയ USB മൊഡ്യൂൾ ആണെങ്കിലേ നമുക്ക് ഈ 5 വോൾട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വലിയ മൊഡ്യൂൾ ആണെങ്കിൽ ഡയറക്റ്റ് 12 വോൾട്ട് വേണം റൺ ചെയ്യിക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻപുട്ടിൽ നമ്മുടെ USB-യുടെ കണക്ഷൻ കൊടുക്കുക, ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ടോൺ കൺട്രോളിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ട് കണക്ഷൻ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാമെന്ന് തോന്നിയുള്ളൂ. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ തന്നെ ടോൺ കൺട്രോളാണ്. ഇത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സെറ്റിലും വന്നിട്ടില്ല. നമ്മുടെ ടെസ്റ്റ് റണ്ണിങ് നടക്കുന്നുള്ളൂ. സൗണ്ട് വേവിൻ്റെ സ്വന്തമാണ്. ഒരു ടെസ്റ്റ് PCB ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. സൗണ്ട് വേവ് ഓഡിയോസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് PCB ആണ്. അപ്പോൾ ജോൺ ചേട്ടൻ ടെസ്റ്റ് PCB അടിച്ചു തന്നേക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ ബാസിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഒരു സക്സസ്ഫുൾ ആവാത്ത കൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പയ്യെ ഒരു ഇതിൽ നിർത്തിയേക്കാണ്. അതായത് ഇച്ചിരി കൂടെ ബേസ് ഡെപ്ത് എനിക്ക് കൂടുതൽ കിട്ടണം. ഇത് ഇച്ചിരി ബേസ് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് റീവർക്ക് ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പോൾ അത് റീവർക്ക് ചെയ്ത് കിട്ടിയാൽ ഇത് നമുക്ക് പിന്നെ ഭാവിയിൽ വേണമെങ്കിൽ ബോർഡുകൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൂടെ ബോർഡുകൾ കൊടുക്കണുള്ളൂ. കാരണം ബോർഡുകൾ വിറ്റ് മാത്രം ജീവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. കാരണം ടെക്നീഷ്യന്മാരാണ്, സഹോദരന്മാരാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരമണിയാൻ പാടില്ല. അപ്പോൾ അടുത്ത വരുന്നത് നല്ലൊരു പോയിന്റ് ആണ് കേട്ടോ. കാരണം പലരും പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ വരെ മടിയാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്, നമുക്കൊന്നും പറ്റാനില്ല. പോട്ടെ, ഒരാൾക്ക് ഒരു അറിവ് കിട്ടി അയാൾ പണി ചെയ്യണം, നല്ലതല്ലേ? അപ്പൊ എനിക്കറിയാവുന്ന പറയാം. എനിക്ക് അറിയില്ലാത്ത ഒരു കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അടുത്ത വരുന്ന മെയിൻ സ്കോഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് 3 പിൻ മെയിൻ സ്കോഡാണ്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് തീർന്നിട്ട് അടുത്തത് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളൂ. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സ്കോഡ് വരുന്നത്. ഇതിൻ്റെ എൻഡ് നിങ്ങൾക്ക് കണ്ടറിയാം 3 പിൻ ആണ്. പക്ഷേ ചില കോഡുകൾ ഞാൻ ഈ 3 പിൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ 3 പിന്നിൻ്റെ വയർ വരാറില്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ നമ്മുടെ നോർമൽ കളർ കോഡിൽ തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ, റെഡ് എന്ന് പറഞ്ഞാൽ ഫേസ്, ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത്, അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് 0.75 സ്ക്വയർ എമ്മിൻ്റെ ഫുൾ കോപ്പർ വയറാണ്. ഇത് നമ്മളെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ടീംസ് ഉണ്ടായിരുന്ന ആൾക്ക് ഇങ്ങനത്തെ ക്വാളിറ്റിയുള്ള വയറുകൾ ഉപയോഗിച്ച് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ JMV ഇലക്ട്രോണിക്സ് വഴി അവരെ ജെഞ്ചറിനാണ് ഇതിപ്പോൾ നമുക്ക് സെയിൽ ചെയ്യണത്. ജെഞ്ചറിൻ്റെ കടയിൽ നിന്ന് നമുക്ക് മേടിക്കണമാണ്. നിങ്ങൾക്ക് ആർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ JMV ഇലക്ട്രോണിക്സിൽ ചെന്നാൽ ഈ വയർ കിട്ടും. നല്ല ക്വാളിറ്റി വയറാണ്. നല്ല അവിടെ 2 ടൈപ്പ് ക്വാളിറ്റി ഉണ്ട്. അതായത് പുറത്തുനിന്ന് ഡൽഹിയിൽ നിന്ന് വരുന്ന വയറുണ്ടായിരുന്നു, ഇതുണ്ട്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞ ജെഞ്ചേട്ട വയർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വയർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വയർ എടുത്ത്. അവിടെ നല്ല ക്വാളിറ്റിയുള്ള വയറുകളേ ഉള്ളൂ, മോശം ക്വാളിറ്റി വയറുകൾ അവിടെ ഇല്ല. പിന്നെ അടുത്തത് വരുന്നത് ഇത് പവർ കോഡാണ്. ഇത് പവർ കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സാംകോണിൻ്റെ പവർ കോഡാണ് വരുന്നത്. ഇത് 1.5 മീറ്ററിൻ്റെ പവർ കോഡാണ്. 1.5 മീറ്റർ ലെങ്ത്തിൽ വരുന്ന പവർ കോഡാണ്. ഇതാണ് നമ്മൾ സോക്കറ്റ് വരുന്നത്, അതായത് കമ്പ്യൂട്ടർ സോക്കറ്റ് എന്ന് പറയും. കമ്പ്യൂട്ടർ സോക്കറ്റ് ടൈപ്പിൽ വരുന്നതിൽ നമ്മൾ വെക്കുന്നത്. അതായത് ഈ ഫീമെയിൽ സോക്കറ്റ് കൊടുക്കുന്നിടത്ത്, അതായത് ഈ മെയിൽ സോക്കറ്റ് കൊടുക്കുന്നിടത്ത് ഈ ഫീമെയിൽ സോക്കറ്റ് ഉപയോഗിക്കും. അപ്പം നമ്മുടെ ബാക്കിലേക്ക് അക്കർലിക് പാനൽ, അതുപോലെ 6 ഇഞ്ച് ഡെപ്ത് ക്യാബിൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതുപോലത്തെ സോക്കറ്റ്സ് ആണ് വരുന്നത്. ഇത് വിത്ത് ഫ്യൂസ് ആണ്. ഇതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചേമ്പറിൻ്റെ അകത്ത് ഫ്യൂസ് ഇട്ടാം. ഫ്യൂസ് ഇട്ട് നമുക്ക് ഇത് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്യൂസ് ഇടാം. അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ഫ്യൂസ് യൂണിറ്റ് പിടിപ്പിക്കേണ്ട കാര്യമില്ല ഇത് ഉപയോഗിച്ചാൽ. എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് വേണേൽ ഒരു അഡീഷണൽ ഫ്യൂസ് വേണമെങ്കിൽ നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ട്സ്, അടുത്തത് വരുന്നത് ഇതാണ് ഡയൽ. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഡയലുകൾ. ഇപ്പം ബാക്കിലെ ഡയലുകൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ബാക്കിൽ നമുക്ക് മെറ്റൽ ക്യാബിനുണ്ട്, അത് നല്ല സ്ട്രെങ്ത്തുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തിരിക്കാം.
പിന്നെ ഫ്രണ്ടിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് കസ്റ്റമർക്ക് ഏതാണോ ഇഷ്ടം അല്ലെ നമുക്ക് ഏതാണോ ഇഷ്ടം എന്നുള്ള രീതിയിലുള്ള ഡിസൈനിൽ നമ്മൾ അക്രലിക് ഷീറ്റയിൽ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് ഈ ഡയൽ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു AVR വേണ്ടിയിട്ടാണ്, AVR ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. AVR എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ബ്രാൻഡഡ് AVR ആണോ ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് പറയരുത്. നമുക്ക് DSP കിറ്റ് വെച്ച് ചെയ്യുന്ന AVR അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ബ്രാൻഡഡ് AVR അല്ല. അപ്പോൾ DSP കിറ്റ് വെച്ച് ചെയ്യുന്ന AVR വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയറി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ബാക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബനാന സോക്കറ്റ് ഒരെണ്ണം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ FL FR സെൻറ്റർ അങ്ങനെ പ്രിൻറ്റിങ് കാര്യങ്ങളുണ്ട്. ഒരു ഫാനിൻ്റെ ഒരു കോളുണ്ട്, അതുപോലെ തന്നെ DSP കിറ്റ് വെക്കാനായിട്ടുള്ള ആ പോർഷനുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇത് ബാക്കിലേക്ക് വേണ്ടിയിട്ട്, ഇത് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് പിന്നെ അതിൻ്റെ ആംപ്ലിഫയറിൽ വേണ്ട അടുത്തൊരു ഘടകം. ഇത് നമ്മൾ 2.1 സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയലാണ്. ഇപ്പോൾ ഇതിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഒരു 3-way ടോൺ കൺട്രോളർ ഡയറക്റ്റ് മൗണ്ടിങ് വരുന്നുണ്ട്, മൈക്രോഫോൺ ബോർഡ് ഡയറക്റ്റ് മൗണ്ടിങ് വരുന്നുണ്ട്, USB സോക്കറ്റ് മൗണ്ടിങ് വരുന്നുണ്ട്, പിന്നെ സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്. സെലക്ടർ സ്വിച്ചിന് ഞാൻ കാണിച്ചില്ലായിരുന്നു, സെലക്ടർ സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. ഈ റോട്ടറി സെലക്ടറാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റോട്ടറി സെലക്ടർ അല്ലാതെ പുഷ് ടൈപ്പ് സെലക്ടറും ടോഗിൾ സ്വിച്ചും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെ ലൈഫ് കുറവാണ്. ഈ റോട്ടറി സെലക്ടറിന് നല്ല ലൈഫാണ്. കഴിവതും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വരുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 10 ബാൻഡ് ഗ്രാഫിക് ഈക്വലൈസർ വരുന്നുണ്ട്. ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ് നിങ്ങളെ കണ്ടത്, ഹെവി ട്രാൻസ്ഫോമർ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് നമുക്ക് വരുന്ന ഇതിൻ്റെ അകത്ത് വരുന്ന ഫാനുകളാണ്. ഫാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു 3 ബ്രാൻഡിൻ്റെ ഫാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അന്ന് ഹോസൽടെക്കിൻ്റെ ഒരു ഫാൻ, ഇത് ഹോസൽടെക്കിൻ്റെ ഒരു ഫാനാണ്. ഇത് വരുന്നത് ഏകദേശം 3.5 ഇഞ്ചസിലെ ഫാനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതും സെയിം സൈസ് തന്നെയാണ്. നമ്മുടെ സ്റ്റോൺ പ്രോയുടെ ഫാനാണ്. അടുത്തത് വരുന്നത് ഇത് നമ്മുടെ ഇതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംഫോണെന്നോ അങ്ങനെ എന്തോ ആണ്. കോംഫോൺ അങ്ങനെ എന്തോ ആണ്. ഇതിൽ ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ഫാൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള ഫാൻ. ഈ ഫാനിന് വളരെ നോയ്സ് കുറവാണ്, കറങ്ങണ സൗണ്ട് കുറവാണ്, അതൊരു ഇച്ചിരി കാറ്റും കുറവുണ്ട്. സ്റ്റോൺ പ്രോയുടെ ഫാനിന് നല്ല കാറ്റാണ്, ആ ഫാൻ കറങ്ങുന്നതിൻ്റെ സൗണ്ടും ഉണ്ട്. അതുപോലെ നല്ല ഈടാണ്, അതായത് ബോഡിക്ക് ഭയങ്കര സ്ട്രെങ്താണ്. ഇപ്പം നമ്മൾ ഗ്ലൂ ചെയ്ത് വെക്കണമെങ്കിലും ഇത് ഓക്കെയാണ്, ഇത് ഇളകി പൊട്ടി പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ സൈസ് കുറഞ്ഞ ഫാനുണ്ട്, സൈസ് കൂടിയ ഫാനുണ്ട്. ഇത് പിന്നെ അതിൻ്റെ ഇച്ചിരി കൂടെ ചെറിയ സൈസിലുള്ള ഫാനാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത ഐറ്റമാണ് ഇത് ബോട്ടം ബുഷ്, ഗോൾഡൻ ബുഷ്. ഇത് നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലുക്ക് കിട്ടുക. മെയിൻലി ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടുക, ബ്രാൻഡഡ് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ലുക്ക് ആ ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ട്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഒരു റബ്ബർ ബുഷ് ഉണ്ട്. അപ്പോൾ ഈ തെന്നി നിരങ്ങി പോവാതെ വൈബ്രേഷൻ കൊണ്ട് നിരങ്ങി പോരാതിരിക്കുക അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഈ റബ്ബർ ബുഷ്. സിറ്റിംഗ് ഉറപ്പിക്കുക, അതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി രണ്ട് ഗുണങ്ങളാണ് ഇതും കൊണ്ടുള്ളത്. പിന്നെ ഇത് ചെയ്യേണ്ട നൈലോൺ ബുഷ് മതി എന്നുള്ളവർക്ക് 10 രൂപയിൽ പരിപാടി തീർക്കാം. ഇതാകുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ആവും, റേറ്റാണ്, എന്നാൽ അതുപോലെ ലൈഫുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന സാധനങ്ങൾ ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെർമൽ കൺട്രോളാണ്. അതായത് നമ്മുടെ ഒരു ആംപ്ലിഫയർ വർക്ക് ചെയ്ത് ഫാൻ നോയ്സ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. അതായത് കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഹീറ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഫാൻ ഓൺ ആകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിന്. അതായത് നമ്മളിപ്പോൾ ഒരു 30 ഡിഗ്രിയോ അല്ലെങ്കിൽ 40 ഡിഗ്രിയോ അല്ലെങ്കിൽ 35 ഡിഗ്രിയോ സെറ്റ് ചെയ്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ആ 35 ഡിഗ്രി ആകുമ്പോഴത്തേക്കും ഈ തെർമിസ്റ്റർ ഇതിന് കമാൻഡ് കൊടുക്കും ഫാൻ ഓൺ ആക്കാൻ വേണ്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിലേ ഹോൾഡ് ആവും, ഫാൻ ഓൺ ആവും. അപ്പോൾ അങ്ങനെയാണ് ഈ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത വരുന്ന വോൾട്ടേജ് റെഗുലേഷൻ ബക്ക് കൺവേർട്ടർ എന്ന് പറയും. ഇതൊരു ചൈന മൊഡ്യൂളാണ്. ഇതെല്ലാം ഒരു ചൈന മൊഡ്യൂൾ തന്നെയാണ്. ഈ സാധനത്തിൻ്റെ സഹായം എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് അപ്പ് ചെയ്യാനും ഒന്ന് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും 2 ടൈപ്പിലാണ് വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു 5 വോൾട്ട് കൊടുത്ത് നമുക്കൊരു 12 വോൾട്ടോ അല്ലെങ്കിൽ 20 വോൾട്ടോ ആക്കണമെങ്കിൽ അതിനുള്ള അപ്പ് എന്ന് പറഞ്ഞ ഗെയിൻ ഈ കൺവേർട്ടർ മേടിക്കാൻ കിട്ടും. അടുത്തത് 24 വോൾട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5 വോൾട്ടിലേക്ക് കുറയ്ക്കണം. അതിന് നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ സഹായത്തോട് ഇതിൻ്റെ ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് വോൾട്ടേജ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് 5 വോൾട്ട് വേണമെങ്കിൽ നമുക്ക് മീറ്ററിൻ്റെ പ്രോബ് എൻഡിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ആ വോൾട്ടേജ് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അടുത്ത ഒരു യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ടൈമറാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ഒരു ആംപ്ലിഫയർ, നിങ്ങൾ രാത്രി പാട്ട് കേൾക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ രാത്രി പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ആംപ്ലിഫയർ ഒരു അരമണിക്കൂർ പാടിയിട്ട് നിങ്ങൾക്ക് ഓഫായി പോകണം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഉറങ്ങി പോണ സമയത്ത് അരമണിക്കൂർ പാട്ട് പാടുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ആംപ്ലിഫയർ തന്നെ ഓഫ് ആവണം. അപ്പോൾ അങ്ങനെ പറയുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഞാനൊക്കെ വീട്ടിലിങ്ങനെ പാട്ട് കേൾക്കുന്ന സമയത്ത് അതായത് DVD അന്നൊക്കെ DVDയും CD ഒക്കെ ആണല്ലോ.
ആ സമയത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളത് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഉറങ്ങിപ്പോവും. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. കാരണം നമ്മളൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറോ വെച്ച് പാട്ട് കേൾക്കുവാണെങ്കിൽ നമുക്ക് അധികം കൺസപ്ഷൻ വരുന്നില്ല. ഈ ഒരു യൂണിറ്റ് ഒരു 2.1 സിസ്റ്റം, ഒരു 200 വാട്ട് സബ്, ഒരു 100+100 വാട്ട് സബ് നമ്മൾ പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുകയാണ്. ആ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു നോർമൽ ഒരു 100 to 200 ഇടയ്ക്ക് എനർജി കൺസപ്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇച്ചിരി ലൗഡിലായിരിക്കുമല്ലോ പാട്ട് കേൾക്കുന്നത്. രാത്രിയാണെങ്കിൽ ഇച്ചിരി സോഫ്റ്റ് ആണെങ്കിലും ഏകദേശം 100 വാട്ട്സോളം കൺസ്യൂം ചെയ്യും. അപ്പോൾ 100 വാട്ട്സ് കണ്ടിന്യൂസ്ലി നമ്മൾ ഒരു ബോധം വരുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം വരെ ഇങ്ങനെ വർക്ക് ചെയ്യണ ആ ഒരു ഇതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ ടൈമർ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫ് ആയിക്കും. പക്ഷേ അത് വയർ ചെയ്യാൻ ഇത്രയും കൂടെ നമ്മുടേതായ ടെക്നീഷ്യൻ്റെ ഐഡിയപരമായിട്ട് ചെയ്യണമെന്ന് മാത്രം. ആ മെയിൻ ട്രാൻസ്ഫോമറിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇതിനെ ചെയ്യരുത്. അതിന് ഒരു മിനിമൽ ഒരു 20 വാട്ട്സോ 10 വാട്ട്സോ കൺസ്യൂം ചെയ്യാവുന്ന ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും സക്സസ് ആവും. അപ്പോൾ ആ ഒരു ടൈമർ ഫംഗ്ഷൻ നമുക്ക് അവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇപ്പോൾ കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ്. ഇത് തന്നെ ഇലക്ട്രോണിക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ല വ്യത്യാസങ്ങൾ വരും. ഓരോ കമ്പനികൾ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വ്യത്യാസം വരും. അതനുസരിച്ച് ആംപ്ലിഫയറുകളുടെ റേറ്റുകൾ കാര്യങ്ങളിൽ എല്ലാത്തിലും വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ചെയ്യണം. ബ്രോ ഇന്നെ വിളിച്ചിട്ട് പറയാം, ബ്രോ എനിക്കൊരു ആംപ്ലിഫയർ വേണം, 2.1 വേണം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ നമ്മൾ പറയണം. അതിന് നല്ല ക്വാളിറ്റി വേണം. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നൊരു 3000 രൂപയുടെ 4000 രൂപയുടെ ആ ഒരു കാറ്റഗറി വെച്ചിട്ട് ദയവ് ഇത് ആരും വിളിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ആ രീതിയിൽ നമ്മുടെ സാധനങ്ങൾ പോലും തികയില്ല. അപ്പം അങ്ങനെ പറയുന്ന ആളുകൾക്ക് 1-2 പേർക്ക് ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തു. സാധനങ്ങൾ മേടിക്കാനായിട്ട് ലിസ്റ്റ് കടവഴി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവർ ചെന്ന് ലിസ്റ്റ് ഇട്ടപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റ് വരും. നല്ല ക്വാളിറ്റി സാധനങ്ങൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും റേറ്റ് വരും. അപ്പോൾ അതിൻ്റേതായ ഗുണമേന്മ ഇപ്പോൾ ചിലപ്പോൾ റിസൾട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ലൈഫിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ സജിത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ഒരു സമയത്ത് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച ഈ ഒരു പങ്ക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ ക്ലാരിഫിക്കേഷൻ ലഭിക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ നമ്മൾ തരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള പങ്ക്തിയോടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ റിതം വോയിസ്. फिर भी तू साथ है, बात हो कोई भी तेरी बात है. तू ही मेरे अंदर है, तू ही मेरे बाहर है. जब से तुझको जाना है കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ക്ഷേത്രത്തിൽ പോകും